ഹാരിഫ് ഹുസൈനെതിരായിട്ട് കോട്ടക്കൽ സ്വദേശി ഒരു മൊയ്തീൻ കുട്ടിയാണ് കേസ് കൊടുത്തത്. കേസിന് ആസ്പദമായ സാഹചര്യം എന്താ വെച്ചാൽ, ഈ വ്യക്തി സോഷ്യൽ മീഡിയ വഴി മുസ്ലിംസിനെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്ന ബാങ്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അദ്ദേഹം അതങ്ങനെ ഒരു ബാങ്ക് വിളി കേൾപ്പിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയാണ്, ഇനി എൻ്റെ ബാങ്ക് വിളി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എന്ന സ്ഥലത്ത് പുള്ളി ഡിങ്കൻ എന്നാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിങ്കാഹു അക്ബർ ഡിങ്കാഹു അക്ബർ, അങ്ങനെ ബാങ്കിൻ്റെ ഫുള്ള് എവിടെയൊക്കെ ദൈവത്തിൻ്റെ പേരുണ്ടോ അവിടെയൊക്കെ ഡിങ്കൻ ഡിങ്കൻ എന്ന വാക്ക് പ്രയോഗിച്ചുകൊണ്ട് വളരെ മ്ലേച്ഛമായ രീതിയിൽ ബാങ്കിനെ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ മനോവേദന ഉണ്ടായ ഒരു വിശ്വാസി മൊയ്തീൻ കുട്ടി, അദ്ദേഹം ഇതൊരു ഹെയ്റ്റ് ക്രൈമാണെന്നും വിദ്വേഷത്തിൻ്റെ പേരിലുള്ള ഒരു ക്രൈമാണ്, അതുകൊണ്ട് കേസ് ചാർജ് ചെയ്യാൻ വേണ്ടി കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. പോലീസ് കേസെടുത്തില്ല. അങ്ങനെ അദ്ദേഹം മലപ്പുറം DYSPക്കും SP-ക്കും കൊടുത്തു. നടപടി ഉണ്ടായില്ല. അവസാനം അദ്ദേഹം സ്റ്റേറ്റ് പോലീസ് ചീഫ് അദ്ദേഹത്തിനൊരു പരാതി കൊടുത്തു. നടപടി ഉണ്ടായില്ല. അങ്ങനെയാണ് അദ്ദേഹം ഒരു കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തി, അത് നിയമത്തിൻ്റെ ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഹെയ്റ്റ് ക്രൈം രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. സുപ്രീം കോർട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ ഹെയ്റ്റ് ക്രൈമിനെ പറ്റി ഗൗരവത്തിൽ സുപ്രീം കോർട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിധിയിൽ സുപ്രീം കോർട്ട് പറയുന്നത് ഹെയ്റ്റ് ക്രൈം ഇന്ത്യയിൽ ഇപ്പോൾ വ്യാപകമാണ്. അതുകൊണ്ട് ഒരു പരാതിക്ക് പോലും കാത്തിരിക്കാതെ സംസ്ഥാനങ്ങളിലെ അതാത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇങ്ങനൊരു ഹെയ്റ്റ് ക്രൈം കണ്ടു കഴിഞ്ഞാൽ ഉടൻ കേസെടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ പറയാനുള്ള കാരണം വ്യാപകമായി ഇപ്പോൾ ഹെയ്റ്റ് ക്രൈം വർദ്ധിച്ചു. അത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങൾക്കെതിരെയും ഹെയ്റ്റ് ക്രൈം, മതവിദ്വേഷത്തെ പറ്റിയുള്ള കമൻസ് ഹിന്ദു സമുദായത്തിനെതിരെ വരുന്നുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വരുന്നുണ്ട്, മുസ്ലിങ്ങൾക്കെതിരെ വളരെ കൂടുതലാണ്. അപ്പോൾ യാതൊരുവിധ ഹെയ്റ്റ് ക്രൈമും വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല എന്നതാണ് സുപ്രീം കോടതിയുടെ ഒരു സ്റ്റാൻഡ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ 2-3 വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഈ കേസിൽ ഒരു സുപ്രീം കോടതി ഒരു ഇൻ്ററിം ഓർഡറും കൂടി ഹാജരാക്കിയിട്ടുണ്ട്.